ഫ്രണ്ട്സ്, മലയാളം മീഡിയയിലേക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് OTT അപ്ഡേറ്റുകളാണ്. ഇന്നത്തെ സർപ്രൈസ് റിലീസും ഏറ്റവും പുതുതായിട്ട് OTT റിലീസായ സിനിമകളും സീരീസുകളിലെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊക്കെ സിനിമകളും സീരീസുകളാണ് നോക്കാം. ആദ്യം നമുക്ക് ഇന്നത്തെ സർപ്രൈസ് റിലീസുകൾ ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, അനാർക്കലി മരിക്കൽ, സണ്ണി വെയിൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു ഡ്രാമ തലപാത്ര സിനിമയായിരുന്നു. ത്രയം എന്നാണ് സിനിമയുടെ പേര്. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈം വഴി സർപ്രൈസ് റിലീസ് ചെയ്യപ്പെട്ടിട്ട് കാണാത്ത എക്സ്പ്ലെയിൻ നോക്കാവുന്നതാണ്. കണ്ടവരുടെ അഭിപ്രായം കമന്റ് ബോക്സ് വഴി ശ്രമിക്കാം. ഇനി നമുക്ക് ഏറ്റവും പുതുതായിട്ട് OTT റിലീസ് നടക്കുന്ന സിനിമകളും സീരീസുകളും ഏതൊക്കെ നോക്കാം. അതിൽ ഒന്നാം സിനിമ എന്ന് പറയുന്നത് നമ്മുടെ അഖിൽ അക്കേരി, മമ്മൂക്കൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു ആക്ഷൻ തലപാത്ര തെലുങ്ക് മൂവിയായിരുന്നു. ഏജന്റ് എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ ഔട്ട്റേസ് സ്വന്തമാക്കിയ സോണി ലിവാണ്. സോണി ലിവ് വഴി സിനിമ എന്ന റിലീസ് നോക്കിക്കഴിഞ്ഞാൽ മാർച്ച് മാസം 14-ാം തീയതി സോണി ലിവ് വഴി മലയാളത്തിൽ പുറമെ മറ്റ് 5 ഭാഷയായിട്ട് റിലീസ് നടക്കുന്ന നമുക്ക് വെയിറ്റ് സിനിമയ്ക്ക് വേണ്ടി. അത് നമ്മുടെ വിനീത് ശ്രീനിവാസൻ, നിഖില വെമ്മൻ എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു കോമഡി ഫാമിലി എന്റർടൈൻമെന്റ് ബാധപ്പെട്ട സിനിമയായിരുന്നു. ഒരു ജാതി ജാതകം എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ ഔട്ട്റേസ് സ്വന്തമാക്കിയിരിക്കുന്നത് മനോഹർ മാക്സ് ആണ്. മനോഹർ മാക്സിന് മകൻ ഒഫീഷ്യൽ അപ്ഡേറ്റ് അവർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. മാർച്ച് മാസം 14-ാം തീയതി സിനിമ മനോഹർ മാക്സ് വഴി OTT റിലീസ് നടക്കുന്നത് നമുക്ക് വെയിറ്റ് സിനിമയ്ക്ക് വേണ്ടി. അത് നമ്മുടെ സമുദ്രക്കഴിയൊക്കെ പ്രധാന വേഷം കൈകാഴ്ച കോമഡി ഡ്രാമ ബാധപ്പെട്ട സിനിമയാണ്. രാമം രാഘവം എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ ഔട്ട്റേസ് സ്വന്തമാക്കിയത് സൺനെക്സ്റ്റ് ആണ്. സൺനെക്സ്റ്റ് വഴി സിനിമ മാർച്ച് മാസം 14-ാം തീയതി തമിഴ് തെലുങ്ക് ഭാഷയായിട്ട് OTT റിലീസ് നടക്കുന്നത് നമുക്ക് വെയിറ്റ് സിനിമയ്ക്ക് വേണ്ടി. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ്. കോമഡി ഡ്രാമ ബാധപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഇലക്ട്രിക് സ്റ്റേറ്റ് എന്നാണ് സിനിമയുടെ പേര്. സിനിമ നെറ്റ്ഫ്ലിക്സ് വഴി മാർച്ച് മാസം 14-ാം തീയതി OTT റിലീസ് നടക്കുന്നത് നമുക്ക് വെയിറ്റ് സിനിമയ്ക്ക് വേണ്ടി. അടുത്ത ഒരു കോമഡി ഡ്രാമ ബാധപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് സീരീസ് ആണ്. വെൽക്കം ടു ദി ഫാമിലി എന്നാണ് സീരീസിന്റെ പേര്. സീരീസ് നെറ്റ്ഫ്ലിക്സ് വഴി മാർച്ച് മാസം 14-ാം തീയതി OTT റിലീസ് നടക്കുന്നത് നമുക്ക് വെയിറ്റ് സീരീസിന് വേണ്ടി. മൾട്ടി ലാംഗ്വേജ് അവർക്ക് പ്രതീക്ഷിക്കാവുന്ന നമുക്ക് വെയിറ്റ് സീരീസിന് വേണ്ടി. അടുത്തത് ഒരു ഹിന്ദി മൂവിയാണ്. വനവാസ് എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ ഔട്ട്റേസ് സ്വന്തമാക്കിയിരിക്കുന്നത് C5 ആണ്. C5 വഴി സിനിമ മാർച്ച് മാസം 14-ാം തീയതി ഹിന്ദി ഭാഷ മാത്രമായിട്ട് റിലീസ് നടക്കുന്നത് നമുക്ക് വെയിറ്റ് സിനിമയ്ക്ക് വേണ്ടി. അടുത്ത നമ്മുടെ മാധവൻ, അതുപോലെ തന്നെ സിദ്ധാർത്ഥ്, നയൻതാര, മീര ജാസ്മിൻ എന്നിവരെ കൊണ്ടിരിച്ച ഒരു സ്പോർട്സ് ഡ്രാമ തലപാത്ര സിനിമയാണ്. ടെസ്റ്റ് എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ ഔട്ട്റേസ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. നെറ്റ്ഫ്ലിക്സ് വഴി സിനിമ റിലീസ് നോക്കിക്കഴിഞ്ഞാൽ ഏപ്രിൽ മാസം 4-ാം തീയതി നെറ്റ്ഫ്ലിക്സ് വഴി മലയാളത്തിൽ പുറമെ മറ്റ് 5 ഭാഷയായിട്ട് റിലീസ് നടക്കുന്നത് നമുക്ക് വെയിറ്റ് സിനിമയ്ക്ക് വേണ്ടി. അത് നമ്മുടെ അനശ്വര രാജനൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു കോമഡി റൊമാൻറ്റിക് ബാധപ്പെട്ട സിനിമയായിരുന്നു. പൈങ്കിളി എന്നാണ് സിനിമയുടെ പേര്. സിനിമയുടെ ഔട്ട്റേസ് സ്വന്തമാക്കിയിരിക്കുന്നത് മനോഹർ മാക്സ് ആണ്. മനോഹർ മാക്സ് സിനിമയുടെ കമ്മിങ്സും പോസ്റ്ററും കാര്യങ്ങളും പുറത്തു വിട്ടിട്ടുണ്ട്. എന്നാൽ ഈ സിനിമയുടെ റിലീസ് നമുക്ക് ഈ മാർച്ച് മാസത്തിൽ തന്നെ പ്രതീക്ഷിക്കാവുന്നതാണ്. എന്നാൽ നമുക്ക് വെയിറ്റ് സിനിമയ്ക്ക് വേണ്ടി. അത് നമ്മുടെ ബേസിൽ ജോസഫ്, അതുപോലെ തന്നെ ലിജോ മോൾ ജോസ് എന്നിവരൊക്കെ പ്രധാന വേഷം കൈകാഴ്ച ഒരു ഡ്രാമ തലപാത്ര സിനിമയായിരുന്നു. പൊന്മാൻ എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഈ സിനിമയുടെ ഔട്ട്റേസ് സ്വന്തമാക്കിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിന്റെ ഭാഗത്ത് കഴിഞ്ഞ ദിവസം അവർ ഒഫീഷ്യൽ അപ്ഡേറ്റ് അവർ പുറത്തുവിടുകയുണ്ടായി. മാർച്ച് മാസം 14-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാർ വഴി മലയാളത്തിൽ പുറമെ മറ്റ് 5 ഭാഷയായിട്ട് സിനിമ റിലീസ് നടക്കുന്നത് നമുക്ക് വെയിറ്റ് സിനിമയ്ക്ക് വേണ്ടി. ഓക്കെ, അപ്പൊ ഇന്ന് മാർച്ച് മാസം 10-ാം തീയതിയാണ്. ഇന്നത്തെ സർപ്രൈസ് റിലീസും ഏറ്റവും പുതുതായിട്ട് OTT റിലീസ് നടക്കുന്ന സിനിമകളും സീരീസുകളിലെ കംപ്ലീറ്റ് ലിസ്റ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ലിസ്റ്റിൽപ്പെട്ട ഏതൊക്കെ സിനിമകൾ നിങ്ങൾ കണ്ടു, ഏതൊക്കെ സിനിമകളും സീരീസാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സ് വഴി അറിയാൻ ശ്രമിക്കുക. അപ്പോൾ പിന്നെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തു, കാണാത്ത സപ്പോർട്ട് ചെയ്യുക. പിന്നെ എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. എല്ലാം ജോയിൻ ചെയ്യുക, അതിനാണ് നമുക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലൊരു വീഡിയോ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കാതിരിക്കുക. അപ്പോൾ അടുത്തൊരു പുതിയ കിള്ളമണി കാണുന്നതായിരിക്കും. ബൈ.